السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال: إذا استيقظ أحدكم من نومه فلا يغمس يده في الإناء حتى يغسلها ثلاثا فإنه لا يدري أين باتت يده. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇസ്ലാം വൃത്തിക്ക് നൽകുന്ന സ്ഥാനം അതുല്യമാണ്. ഒരൊറ്റ ഹദീസിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബൂ മാലിക് അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും വളരെ പ്രശസ്തമായൊരു ഭാഗമാണ് അത്തുഹൂറു ഷത്റുൽ ഈമാൻ. അത്തുഹൂറു ഷത്റുൽ ഈമാൻ. തുഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധി, ഷത്ർ എന്ന് പറഞ്ഞാൽ അർദ്ധഭാഗമെന്നും ഒരു ഭാഗമെന്നും പറയുന്നത്. ഈമാൻ വിശ്വാസത്തിന്റെ വളരെ ശ്രദ്ധേയമാണ്. ആരോഗ്യ രംഗത്ത് പോലും ഇസ്ലാം കാണിക്കുന്ന നിഷ്കർഷത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈമാനിനോടൊപ്പമാണ് ശുദ്ധി എന്നുള്ളതാണ്. അതായത് വിശ്വാസ പൂർത്തീകരണത്തിന് ശുദ്ധി അനിവാര്യമാണ്. പല ആളുകളും ഈമാനിങ്ങനെ നിറകുടങ്ങളായി നടക്കും, പക്ഷേ ശുദ്ധിയുടെ കാര്യത്തിൽ വട്ടപൂജങ്ങളായി മാറും. അത് ഇസ്ലാമിന് അന്യമാണ്. ഒരാൾ മുഅ്മിനാണോ മുത്തഖിയാണോ എന്നൊക്കെ അളക്കുന്നതിന്റെ ഒരുപാട് മാനദണ്ഡങ്ങളിൽ പെട്ട ഒന്നാണ് അയാൾ ശുചിയും വൃത്തിയുമുള്ളവനാണോ, വെടുപ്പും വൃത്തിയുള്ളവനാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കുക. നിസ്സാരമായൊരു രംഗത്ത് പോലും വളരെ കൃത്യമായൊരു കർശനമായ താക്കീതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. പ്രത്യേകിച്ച് ഉറങ്ങി എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ. അതാണ് ഈ ഹദീസിലുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഇദസ്തൈഖള അഹദുക്കും മിൻ നൗമിഹി, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാഇ. പഴയ കാലത്തൊക്കെ പാത്രങ്ങളിൽ വെള്ളം നിറച്ചു വെക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറി, കുപ്പിയിലേക്ക് മാറി. എങ്കിൽ അതൊന്ന് പോയി തൊട്ട് സ്പർശിച്ച്, മനുഷ്യനാണ് സ്വാഭാവികമായിട്ടും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഒരല്പം ദാഹമോ ക്ഷീണമൊക്കെ ഉണ്ടാവും. അത് മാറാൻ വേണ്ടി വെള്ളമെടുക്കുന്ന സമയത്ത് അവൻ അവന്റെ കൈ പ്രവേശിപ്പിക്കരുത് ഫിൽ ഇനാ, ഈ പാത്രത്തിൽ, അത് രണ്ടും കഴുകുന്നവരെ. വലത്തെ കൈ കഴുകിയാൽ പോരാ, ആ രണ്ട് കൈയും കഴുകണം. വെറുതെ കഴുകിയാൽ പോരാ, സലാസൻ 3 പ്രാവശ്യമായിട്ട് കഴുകും വേണം. എന്താ കാരണം? അവന്റെ കയ്യിൽ നിന്ന് എവിടേക്കാണ് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്, രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അവനറിയില്ല. അത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉറക്കത്തിലാണ്, സ്വാഭാവികം ഉറങ്ങിക്കോട്ടെ അല്ല, അതിന്റെ തുടക്കത്തിൽ ഒരു മനുഷ്യന്റെ ജന്മം മുതൽ മരണം വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അത് മുഴുവൻ പഠിപ്പിക്കപ്പെടാതെ പോയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഹദീസിലുള്ളത്. വളരെ സൂക്ഷിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്തുലമായ ആ ഒരു ജീവിത മാതൃക അനുകരിക്കാൻ വളരെ സിമ്പിളാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പാത്രങ്ങളായിരുന്നാലും, ഇനി ഫ്രിഡ്ജ് തുറന്നിട്ടായിരുന്നാലും, പാത്രം അടച്ചു വെച്ച് തുറന്നിട്ടായിരുന്നാലും 3 പ്രാവശ്യം കൈ കഴുകിയിട്ട് അതിന് ശേഷം വേണം അതിൽ നിന്ന് വെള്ളം എടുക്കാനോ കുടിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ ഇനി കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ബാത്റൂമിൽ ഉണ്ടാവുമല്ലോ. ആ ബക്കറ്റിൽ നിന്ന് കോരുകയാണെങ്കിലും ഈ നയം വളരെ കൃത്യമാണെന്നർത്ഥം. ഏതൊരു മേഖലയിലായിരുന്നാലും അവനവന്റെ കയ്യും 3 പ്രാവശ്യം കഴുകിയിട്ട് ബാക്കി തുടങ്ങും. ഒന്നുകിൽ പോലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന മുഹബ്ബ് സുന്നകളായി തീരാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അവന്റെ പ്രവിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മളോട് ദുആ വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും
പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെയും നമ്മുടെയും നീക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞു കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.